My dear students, today we'll take up, first of all, a very pleasant good morning to all of you. Today we'll take up the Sale of Goods Act 1930. The Sale of Goods Act 1930 is a bit tough, a tough topic. So you have to attend very carefully, and I shall be explaining all the important topics which will come for the examination. So first of all, we have to learn some definitions. And you have to underline certain portions. Underline means you have to take down some important points which I shall tell you. So first of all, we can find the definition of buyer and seller. Buyer എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങുന്ന ആൾ, സെല്ലർ എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ആൾ. അപ്പോൾ ബയർ മീൻസ് എ പേഴ്സൺ ഹു ബൈസ് ദ ഗുഡ്സ് ഓർ എഗ്രീസ് ടു ബൈ ദ ഗുഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് MCQ പോലത്തെ ക്വസ്റ്റ്യൻ വൺ വേർഡൊന്നും അധികം വരാറില്ല, അതുകൊണ്ട് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമുക്ക് വൺ വേർഡിൽ എങ്ങനെയാണ്? എ പേഴ്സൺ ഹു ബൈസ് ദ ഗുഡ്സ് എ, എഗ്രീസ് ടു ബൈ ദ ഗുഡ്സ് ബി, സി ബൈസ് ഓ എഗ്രീസ് ടു ബൈ ദ ഗുഡ്സ് വിച്ച് ഇസ് എ കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചാൽ ബൈസ് ഓ എഗ്രീസ് ടു ബൈ ദ ഗുഡ്സ്, അങ്ങനത്തെ ആളാണ് ബയർ. അതേപോലെ തന്നെ സെല്ലറും എ പേഴ്സൺ ഹു സെൽസ് ദ ഗുഡ്സ് ഓർ എഗ്രീസ് ടു, എഗ്രി എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക, വാങ്ങാമെന്ന് സമ്മതിക്കുക, എഗ്രീസ് ടു സെൽ ദ ഗുഡ്സ് ഓർ ബൈസ് സെൽസ് ഓർ എഗ്രീസ് ടു സെൽ ദ ഗുഡ്സ്. ഇങ്ങനെയുള്ള വ്യക്തിക്കാണ് സെല്ലർ എന്ന് പറയുക. അപ്പോൾ ബോത്ത് സെയിം, രണ്ടും ഒരുപോലെ തന്നെയാണ്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഫോർ യുവർ നോളജ് ഐ എം ടെലിങ് യു. ഇനി പഠിക്കാൻ പോകുന്ന ഗുഡ്സ്. ഗുഡ്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് വിൽ കം ഫോർ LLB, ഇറ്റ് വിൽ കം ഫോർ BCom, കം ഫോർ CA, CMA, എല്ലാത്തിനും വരും ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താണ് ഗുഡ്സിൻ്റെ? അപ്പോൾ ഗുഡ്സിൻ്റെ ഡെഫിനിഷനിൽ ആണ് നമുക്ക് ചരക്ക്, ഗുഡ്സ് പറഞ്ഞാൽ ചരക്കാണ്. ചരക്കിൻ്റെ ഡെഫിനിഷനിൽ വരുന്ന എല്ലാ സംഭവങ്ങളും ഈ നിയമപ്രകാരം, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരമാണ് നമ്മൾ നിയമം നോക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മളൊരു ഗുഡ്സ് വാങ്ങുക അല്ലെങ്കിൽ ഗുഡ്സ് വിൽക്കുക, അതിൽ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഈ നിയമമാണ് നിങ്ങൾക്ക് ബാധകമാവുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഇസ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വിച്ച് ഇസ് ഗോയിങ് ടു ബി ആപ്ലിക്കബിൾ. സോ യു ഷുഡ് നോ ദ ഡെഫിനിഷൻ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞുതരാം. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? എഴുതിക്കോളൂ. ഗുഡ്സ് മീൻസ്, അപ്പം നമുക്ക് മൂവബിൾ പ്രോപ്പർട്ടി, അത് കീ വേർഡാണ്. ഇളകുന്ന മുതലുകൾ. എന്താ ഇളകുന്ന മുതലുകൾ? ഒരു കാറ്, ഒരു TV, ഒരു ബൈക്ക്, ഒരു കസാല, ഒരു മേശ, ഒരു ലാപ്ടോപ്പ്, ഇതൊക്കെ മൂവബിൾ ഗുഡ്സാണ്. അപ്പോൾ മൂവബിൾ ഗുഡ്സിൻ്റെ ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി other than actionable claims and money. other than actionable claims and money എന്ന് പറഞ്ഞാൽ ഈ ആക്ഷനബിൾ ക്ലെയിംസും മണിയും ചരക്കിൻ്റെ നിർവചനത്തിൽ വരില്ല. ഇറ്റ് വിൽ നോട്ട് കം അണ്ടർ ദി ഡെഫിനിഷൻ ഓഫ് ഗുഡ്സ്. സോ വാട്ട് ഈസ് മെൻ ബൈ ആക്ഷനബിൾ ക്ലെയിം? ആക്ഷനബിൾ ക്ലെയിം എന്ന് പറഞ്ഞാൽ ആക്ഷൻ എടുത്ത് നിയമ നടപടി എടുത്ത് വസൂലാക്കാവുന്ന ഒരു അവകാശം. ക്ലെയിം എന്ന് പറഞ്ഞാൽ അവകാശം. നിയമ നടപടി എടുത്ത് വസൂലാക്കാൻ പറ്റുന്ന ഒരു അവകാശത്തിനാണ് ആക്ഷനബിൾ ക്ലെയിം എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഐ ഗിവ് എൻ എക്സാമ്പിൾ. ഇപ്പം നിങ്ങൾ ഒരാൾക്ക് 1,00,000 രൂപ കൊടുത്തു, തിരിച്ചു തരാമെന്ന് പറഞ്ഞു, ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളൊരു കടലാസിൽ ഐ പ്രോമിസ് ടു റീപേ ദിസ് എമൗണ്ട് വിത്തിൻ 1 month വിത്ത് ഇൻട്രസ്റ്റ് വിത്തിൻ 1 month എഴുതി അയാൾ ഒപ്പിട്ടു എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് ആ കടലാസ് തന്നു, ഒരു പ്രോമിസറി നോട്ട് പോലത്തെ ഒരു കടലാസ് തന്നു. സപ്പോസ് അയാൾ നമ്മളുടെ പേരിൽ നമുക്ക് ആ തുക ഒരു മാസം കഴിഞ്ഞിട്ട് മടക്കി തന്നിട്ടില്ലെങ്കിൽ, ഇഫ് ഹി ഡസ് നോട്ട് റിട്ടേൺ ദറ്റ് എമൗണ്ട്, യു ക്യാൻ ഫയൽ എ കേസ്. യു ക്യാൻ ഗോ ടു അപ്രോച്ച് എ ലോയർ, യു ക്യാൻ ഗോ ടു ദ കോർട്ട് ബേസ്ഡ് ഓൺ ദിസ് പേപ്പർ, ദാറ്റ് ഈസ് ദിസ് പ്രോമിസറി നോട്ട്. ഈ കടലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് കേസ് കൊടുക്കാം. അപ്പോൾ ആ ഒരു കടലാസിനാണ് ആക്ഷനബിൾ ക്ലെയിം. 1,00,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്ത് എഴുതിയ കടലാസാണ് ആക്ഷനബിൾ ക്ലെയിം. അത് നമുക്ക് വക്കീലിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്ഷൻ എടുത്ത് അത് വസൂലാക്കി എടുക്കാം. ദാറ്റ് ഈസ് കോൾഡ് ആക്ഷനബിൾ ക്ലെയിം. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. അപ്പം അത് ഒരിക്കലും ഒരു ഗുഡ്സിൻ്റെ നിർവചനത്തിൽ വരില്ല. അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിം. ആൻഡ് മണി എന്ന് പറഞ്ഞാൽ ക്യാഷ്, പൈസയൊന്നും ഒരു ഗുഡ്സിൻ്റെ വരില്ല. പക്ഷേ ഇപ്പോൾ ഓൾഡ് കോയിൻസ്, ആൻറ്റിക് കോയിൻസ്, ഓട്ടമുക്കാൽ, ഒരണ, പിന്നെ അങ്ങനെ പല പഴയ ഇപ്പോൾ സർക്കുലേഷൻ ഇല്ലാത്ത പൈസ, ഇറ്റ് ഇസ് നോട്ട് ഇൻ സർക്കുലേഷൻ,
അത് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അപ്പോൾ അങ്ങനത്തെ കോയിൻസും ഒക്കെ അത് ഗുഡ്സായിട്ട് വരും. അത് നമുക്ക് നമ്മൾ കോയിൻസ് കളക്ട് ചെയ്യുന്ന ആൾക്കാർ ചെറിയ പൈസേൻ്റെ കോയിനായിരിക്കും, ₹1 ഒക്കെ, പക്ഷേ ദേ വിൽ ഗിവ് സച്ച് ഒരു അണയൊക്കെ ഉണ്ടാവും, പണ്ടത്തെ അണ, ഓട്ടമുക്കാൽ, യു ഹാവ് നോട്ട് സീൻ ദാറ്റ്. അപ്പം അതിനൊക്കെ ദേ വിൽ ഗിവ് എ ഗുഡ് പ്രൈസ് ഫോർ ദാറ്റ്. അപ്പോൾ അത് ഗുഡ്സായിട്ട് വരും. പക്ഷേ ക്യാഷ്, ദാറ്റ് ഈസ് സർക്കുലേഷനുള്ള ക്യാഷ്, ഇറ്റ് ഡസ് നോട്ട് കം അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് ഗുഡ്സ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നോക്കാം. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ്, എഴുതിക്കോളൂ, മൊബൈൽ പ്രോപ്പർട്ടി. പിന്നെ ഇനി എഴുതുക ആക്ഷണബിൾ ക്ലെയിംസ് ആൻഡ് മണി എന്ന് ബ്രാക്കറ്റ് എഴുതുക, നോട്ട് ഗുഡ്സ്, ഗുഡ്സ് അല്ല. ആൻഡ് ഇൻക്ലൂഡ് സ്റ്റോക്സ് ആൻഡ് ഷെയർസ്. അപ്പോൾ ഗുഡ്സിൻ്റെ ഡെഫിനിഷനിൽ സ്റ്റോക്കും ഷെയർസും ഉൾപ്പെടുന്നു. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു 10 ഷെയർ ഒരുമിച്ച് കിട്ടുമ്പോഴാണ് സ്റ്റോക്ക് ആവുക. ഒന്നായിട്ട് ഒരു ബണ്ടിൽ ഓഫ് ഷെയർസിനാണ് സ്റ്റോക്ക് എന്ന് പറയുക. അപ്പോൾ സ്റ്റോക്സ്, നമ്മൾ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഷെയർ വാങ്ങില്ലേ, അപ്പോൾ ഗുഡ്സാണത്. ആൻഡ് ഇൻക്ലൂഡ് സ്റ്റോക്സ് ആൻഡ് ഷെയർസ്. ഗ്രോയിങ് ക്രോപ്സ് ആൻഡ് ഗ്രാസ്. ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ്. ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു എ ഫോമിങ് പാർട്ട് ഓഫ് ദ ലാൻഡ്. അതും എഴുതിക്കോളൂ. ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ്, തിങ്സ് അറ്റാച്ച്ഡ് ടു എ ഫോമിങ് പാർട്ട് ഓഫ് ദ ലാൻഡ്. ഗ്രോയിങ് ക്രോപ്സ് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു മാന്തോട്ടമുണ്ട്, അതിൽ നിറയെ മാങ്ങകളുണ്ട്, അത് ഗ്രോയിങ് ക്രോപ്പാണ്. അല്ലെങ്കിൽ വലിയൊരു വയലുണ്ട്, അതിൽ നിറയെ നെല്ല് വിളഞ്ഞു നിൽക്കുന്നു, ഗ്രോയിങ് ക്രോപ്സ്. ആൻഡ് തിങ്സ് അറ്റാച്ച് ടു ഫോമിങ് പാർട്ട് ഓഫ് ദ ലാൻഡ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വലിയൊരു പ്ലാവ് മരമുണ്ട്, ഒരു ₹50,000 കിട്ടും, അങ്ങനത്തെ ഒരു പ്ലാവുണ്ട്. അപ്പം ഇതൊക്കെ ഗുഡ്സ് ആവുന്നത് എപ്പോഴാണെന്നറിയോ? ഇത് അറ്റാച്ച് ടു ഫോമിങ് പാർട്ട് ഓഫ് ദ ലാൻഡ്. ഇതൊക്കെ ഭൂമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഈ വയലിലത്തെ നെല്ലും പിന്നെ മാവിൻ്റെ മേലെ മാങ്ങയും ആൻഡ് ഓൾസോ അതർ തിങ്സ്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഒരു പ്ലാവും. ഇറ്റ്സ് ഓൾ വെരി കോസ്റ്റ്ലി. അപ്പോൾ അത് യു എഗ്രി ടു സെവർ ബിഫോർ സെയിൽ. അപ്പം നിങ്ങൾ വാങ്ങുന്ന ബയറും സെല്ലറും കൂടി യു എഗ്രി ടു സെവർ. അപ്പോൾ സെല്ലർ പറയുന്നു നിങ്ങൾ മുറിച്ചെടുത്ത് കൊണ്ടുപോയിക്കോളൂ. സെവർ എന്ന് പറഞ്ഞാൽ മുറിച്ചെടുത്ത് കൊണ്ടുപോയിക്കോളൂ. യു ക്യാൻ ടേക്ക് ഇറ്റ്, യു ക്യാൻ ടേക്ക് ദ ഗ്രാസ് പുല്ല് വെട്ടി കൊണ്ടുപോയിക്കോളൂ, നെല്ല് കൊയ്ത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോൾ 2 ഏക്കറുണ്ട്, അത് കൊണ്ടുപോയിക്കോളൂ. സോ എഗ്രി ടു ബി സെവേർഡ് ബിഫോർ സെയിൽ ഓർ അണ്ടർ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. അങ്ങനെ എഗ്രി ചെയ്ത് മുറിച്ച് മാറ്റി കൊണ്ടുപോകാൻ എഗ്രി ചെയ്ത ഒരു സാധനമാണെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് കമോൺ ഗുഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൊബൈൽ പ്രോപ്പർട്ടി. മൊബൈൽ പ്രോപ്പർട്ടി ഇളകുന്ന മുതലുകൾക്ക്, കസാല, മേശ, TV, എല്ലാം, ഫ്രിഡ്ജ് ഒക്കെ, കാറ്. ഗുഡ്സ് എവറി കൈൻഡ് ഓഫ് മൊബൈൽ പ്രോപ്പർട്ടി അതർ ദാൻ ആക്ഷണബിൾ ക്ലെയിംസ് ആൻഡ് മണി. അപ്പോൾ ആക്ഷണബിൾ ക്ലെയിംസ് ആൻഡ് മണി നോട്ട് ഗുഡ്സ് എന്ന് എഴുതാം ബ്രാക്കറ്റിൽ. പിന്നെ അടുത്തത് അതിന് ഇൻക്ലൂഡ് സ്റ്റോക്സ്. നിങ്ങളിങ്ങനെ എഴുതുന്ന പരീക്ഷ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് മാത്രം നോക്കിയാൽ മതി. ഈ വാക്കുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ വേറെ ഒന്നും എക്സാമിനർ നോക്കില്ല. ഈ വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. ആൻഡ് ഇൻക്ലൂഡ് സ്റ്റോക്സ് ആൻഡ് ഷെയർസ്. പിന്നെ സ്റ്റോക്സ് ആൻഡ് ഷെയർസ് ഗുഡ്സ് എന്ന് എഴുതാം. ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച് ടു എ ഫോമിങ് പാർട്ട് ഓഫ് ദ ലാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പോലെ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ എഴുതി വെക്കാം പ്ലാവ്, ഒരു മാന്തോട്ടത്തിലെ മാവ്, മാങ്ങ എന്നൊക്കെ എഴുതി വെക്കാം നിങ്ങളുടെ ബുക്കിൽ തന്നെ. സോ യു വോണ്ട് ഫൊഗെറ്റ് ഇറ്റ്. ആ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾ മറന്നു പോയില്ല പരീക്ഷാ ഹാളിൽ നിന്ന്. സോ യു റൈറ്റ് ഡൗൺ, കീപ്പ് എ ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ എവറിത്തിങ്. അപ്പോൾ ഇതൊക്കെ ഗുഡ്സിൽ വരും. പിന്നെ ഞാൻ വേറെ ചോദ്യം ചോദിക്കുക. ഗുഡ്സ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ രണ്ടും പെടുന്നു. ഈ ഗുഡ്സ് ഇൻക്ലൂഡ്, അതും എഴുതുക, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ. ഗുഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ എഴുതി വെച്ചോളൂ. ടാഞ്ചിബിൾ തൊടാൻ പറ്റുന്നത്. അപ്പോൾ മേശ, കസാല, TV, കാറ് ഇതൊക്കെ തൊടാം. അപ്പോൾ അതൊക്കെ ഗുഡ്സാണ്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റാത്തത്. അതിലെന്താ വരിക? ഗ്യാസ്, ഇലക്ട്രിസിറ്റി നമുക്ക് തൊടാൻ പറ്റുമോ? പറ്റില്ല. ബട്ട് ഇറ്റ് കംസ് അണ്ടർ ദ ഗുഡ്സ്. അപ്പോൾ ഗുഡ്സ് ചരക്ക്. പക്ഷേ ഇലക്ട്രിസിറ്റി വിൽക്കാം, വാങ്ങാം, ബോർഡ് നമുക്ക് വിൽക്കുന്നില്ലേ? സോ ദീസ് ഓൾ തൊടാൻ പറ്റാത്തതാണെങ്കിലും ഇറ്റ് കംസ് അണ്ടർ ദ ഗുഡ്സ്. ടാഞ്ചിബിൾ, അപ്പോൾ ഇൻടാഞ്ചിബിൾ തൊടാൻ പറ്റാത്തത്. അപ്പോൾ എഴുതി വെച്ചോളൂ ഇൻടാഞ്ചിബിൾ. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് എഴുതിക്കോളൂ. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങിയെന്ന് വിചാരിച്ചോളൂ. നല്ല കച്ചവടമുള്ള ഹോട്ടലാണ്. ഈവൻ ഫോറിനേഴ്സ് വന്ന് അവിടെ താമസിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ നല്ല പേരുള്ള ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് ഒരു പേരിടാം. ഓറിയോൺ ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഓറിയോൺ ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നല്ല പേരുള്ള ഇൻ്റർനാഷണൽ ക്ലയൻറ്റ്സ് വരെ ഓസ്ട്രേലിയ, അമേരിക്ക ഒക്കെ വരുന്നുണ്ട്. നല്ല പേരുള്ള ഹോട്ടലാണ്. നിങ്ങൾ ആ ഹോട്ടൽ വിൽക്കുക എന്ന് വിചാരിച്ചോളൂ. യു ആർ ഗോയിങ് ടു സെൽ ദാറ്റ് ഹോട്ടൽ. അപ്പോൾ ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിനും അതിൻ്റെ ഫേർണിച്ചറിനും അതിൻ്റെ എല്ലാ സാധനങ്ങളും നിങ്ങൾ ഒരു 50 ലക്ഷം, 50 lakhs വിലയിട്ടു.
ആൻഡ് യു ആർ ഗോയിങ് ടു സെൽ ഇറ്റ്. പക്ഷേ നല്ല സൽപ്പേരുള്ള ഹോട്ടലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പേരിന് നിങ്ങൾക്ക് യു ക്യാൻ നെയിം നിങ്ങൾക്ക് വിൽക്കാം. ആ പേര് ഓറിയോൺ ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ആ പേര് നിങ്ങൾക്ക് വിൽക്കാം. ആ പേര് വിൽക്കുമ്പം അതിന് പറയാം ഗുഡ് വില്ല് വിറ്റു എന്നാണ്. നിങ്ങൾ അതിൻ്റെ ഗുഡ് വില്ല് വിറ്റു. ഗുഡ് വില്ല് വിറ്റാൽ നിങ്ങൾക്ക് ഒരു 25 ലക്ഷം ചോദിക്കാം. എന്നിട്ട് 25 ലക്ഷം ഗുഡ് വില്ലിന് വേറെ വിലയിടുക. സോ ഗുഡ് വിൽ ആ ഗുഡ് വിൽ തൊടാൻ പറ്റില്ല, അതിൻ്റെ സൽപ്പേര് നമുക്ക് തൊടാൻ പറ്റില്ലല്ലോ. സോ ഗുഡ് വിൽ ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ കംസ് അണ്ടർ ഗുഡ്സ്. ഗുഡ്സിൻ്റെ ചരക്കിൻ്റെ ഡെഫിനിഷനിൽ ഗുഡ് വില്ലും വരും. അപ്പോൾ എക്സാമ്പിൾ ഗുഡ് വിൽ, കോപ്പിറൈറ്റ്സ് ബുക്കിൻ്റെ പകർപ്പവകാശം, പേറ്റൻറ്റ് എന്നാണ് നിങ്ങൾ പുതിയ സാധനം കണ്ടുപിടിച്ചാൽ നിങ്ങൾ പേറ്റൻറ്റ് ചെയ്യാം. അതിനൊരു പേര്, അത് നമുക്ക് ലോക്ക് ചെയ്ത് 20 കൊല്ലം ലോക്ക് ചെയ്ത് വെക്കാം. ട്രേഡ് മാർക്ക്, നിങ്ങളൊരു ഇതിന് ട്രേഡ് മാർക്ക് ഇട്ടിട്ടുണ്ട്, ആ ട്രേഡ് മാർക്ക് നല്ല കച്ചവടമുള്ള ട്രേഡ് മാർക്ക് നിങ്ങൾക്ക് ആർക്കും വിൽക്കാം. ട്രേഡ് മാർക്ക്. പിന്നെ ഗ്യാസ്, സ്റ്റീം, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇതൊക്കെ നമുക്ക് ഗുഡ്സിൻ്റെ ഡെഫിനിഷനിൽ വരും. ഇതൊക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യൂ എന്ന് നിങ്ങൾ വേറെ എഴുതി വയ്ക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ എഴുതി വെച്ചാൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഫുൾ മാർക്സ്. ഇനി നമുക്ക് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ഉണ്ട്. ഗുഡ്സ് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കാം. അപ്പോൾ നമ്പർ 1 എഴുതി വെച്ചോളൂ, എക്സിസ്റ്റിംഗ് ഗുഡ്സ്. നമ്പർ 2 ഫ്യൂച്ചർ ഗുഡ്സ്. നമ്പർ 3 കണ്ടിൻജൻറ്റ് ഗുഡ്സ്. അപ്പോൾ 3 എണ്ണമാണ്: എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ് ആൻഡ് കണ്ടിൻജൻറ്റ് ഗുഡ്സ്. കണ്ടിൻജൻറ്റ് ഗുഡ്സ് CONTINGENT. അപ്പം നമുക്ക് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്താണെന്ന് നോക്കാം. ആദ്യം എക്സിസ്റ്റിംഗ് ഗുഡ്സ് നിലവിലുള്ള ചരക്കുകൾ. നിലവിലുള്ള എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മേശ, ഈ കസാല, നിങ്ങളുടെ കാറ്, നിങ്ങളുടെ TV, ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നിലവിലുണ്ട്. അപ്പോൾ അതിനാണ് എക്സിസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾ എന്താ എക്സിസ്റ്റിംഗ് ഗുഡ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആണ് BCOMനൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. അപ്പോൾ ചില വേർഡ്സ് എഴുതണം. ഓൺഡ്, possessed or acquired by the seller. അവർ കീവേഡ്സ് എഴുതി വയ്ക്കൂ. എക്സിസ്റ്റിംഗ് ഗുഡ്സ് എഴുതിയിട്ട് ഓൺഡ്, possessed or acquired by the seller at the time of contract of sale. കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് അയാൾക്ക് ഓൺ ചെയ്യുന്ന, അവകാശപ്പെടുന്ന അവകാശമുണ്ട്, പൊസസ് കൈവശമുണ്ട്, എക്വയർ എന്ന് പറഞ്ഞാൽ അത് നേടിയിട്ടുണ്ട്, അത് എക്വയർ ചെയ്തിട്ടുണ്ട്, അത് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 വാക്കുകളാണ് കീവേഡ്സ്: ഓൺഡ്, possessed and acquired by the seller at the time of contract. എക്സിസ്റ്റിംഗ് ഗുഡ്സ് ചോദിച്ചാൽ ഇത് എന്തായാലും എഴുതണം. ഈ എക്സിസ്റ്റിംഗ് ഗുഡ്സ് തന്നെ അതിൻ്റെ വേറെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ചുവട്ടിൽ വേറെ ക്ലാസിഫിക്കേഷനുണ്ട്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് തന്നെ 2ആയിട്ട് തിരിക്കുക. സ്പെസിഫിക് ഗുഡ്സ് 1, എസർട്ടൈൻ ഗുഡ്സ്, അൺഎസർട്ടൈൻ ഗുഡ്സ്. 2 അല്ല 3 എണ്ണം ഉണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് 3 തരത്തിൽ പിന്നെയും തിരിക്കാം. സ്പെസിഫിക് ഗുഡ്സ്, എസർട്ടൈൻ ഗുഡ്സ്, അൺഎസർട്ടൈൻ ഗുഡ്സ്, അങ്ങനെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ സ്പെസിഫിക് ഗുഡ്സ് എന്താണ് നിങ്ങൾ എഴുതാം. ഗുഡ്സ് ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ്, തിരിച്ചറിഞ്ഞ് ഇരുകൂട്ടരും സമ്മതിച്ച്, അങ്ങനെ ആകുമ്പോഴാണ് ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് എന്ന് പറയാം. സോ ഈ ഗുഡ്സ് ഫോർ എക്സാമ്പിൾ നിങ്ങളെ കാറ് വിൽക്കാൻ പോവാണ്. ഒരു ആക്സെൻറ്റ് കാറാണ്, അതിൻ്റെ റെഡ് കളർ ആക്സെൻറ്റ് കാറാണ്. അപ്പം നമ്മൾ ഈ കാറാണ് ഞാൻ വിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സെല്ലർ, നിങ്ങൾ ബയർ. ശരി, ഇത് മതി. അപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, എഗ്രി ചെയ്തു. അപ്പോൾ നിങ്ങളൊരു ഫാമിൽ പോവുകയാണ്. ഇത് നിങ്ങൾക്ക് 10 കോഴീനെ വേണം. അപ്പോൾ ഒരു പുള്ളിക്കോഴി, വെള്ളക്കോഴി, ബ്രൗൺ കോഴി, കറുപ്പ് കോഴി, അങ്ങനെ നിങ്ങളൊക്കെ പറഞ്ഞു ഇത് നല്ല തടിച്ച ഫാറ്റ് കോഴികൾ വേണമെന്ന് പറഞ്ഞു. ഒരു ഫംഗ്ഷൻ ഉണ്ട്, ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഇന്ന് വേണ്ട, നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നെറ്റിൻ്റെ ഉള്ളിലാക്കി വെച്ചു, വേറെ മാറ്റി വെച്ചു. സോ ഐഡൻറ്റിഫൈ ചെയ്തു, എഗ്രി ചെയ്തു. ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. അപ്പോൾ നിങ്ങൾ സ്പെസിഫിക് ഗുഡ്സ് എഴുതിയിട്ട് ആ കീവേഡ്സ് ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അറ്റ് ദ ടൈം കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഇസ് മെയ്ഡ്. പിന്നെ അടുത്തത് എസർട്ടൈൻ ഗുഡ്സ്. എസർട്ടൈൻ എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തിയ ഗുഡ്സ്. അപ്പം തിട്ടപ്പെടുത്തിയ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനും വേർഡ്സ് ഉണ്ട്. ഐഡൻറ്റിഫൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി എഗ്രിമെൻറ്റ് ആഫ്റ്റർ ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഇസ് മെയ്ഡ്. ഐഡൻറ്റിഫൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് എഗ്രിമെൻറ്റ് ആഫ്റ്റർ ദ. അപ്പോൾ നമ്മൾ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ഷോറൂമിൽ 50 കാറുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കൊരു കാറ് വേണമെന്ന്. ശരി, ഞാൻ വിൽക്കാനും നിങ്ങൾ വാങ്ങാനും നമ്മൾ തീരുമാനിച്ചു, കരാറായി. അത് കഴിഞ്ഞ് നിങ്ങൾ വന്നിട്ട് ഷോറൂമിൽ വന്നിട്ട് ഈ കാറാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ കരാറിന് മുമ്പ് തന്നെ ഈ 50 കാറിൽ ഒരു കാറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടില്ല. കരാറിന് ഏർപ്പെടുന്നതിന് ശേഷം നമ്മൾ തിരിച്ചറിഞ്ഞു, എഗ്രി ചെയ്തു. അപ്പം അതിനാണ് എസർട്ടൈൻ എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തിയെന്ന് നമ്മൾ തീരുമാനിച്ചു, തിരിച്ചറിഞ്ഞു. അപ്പോൾ ഐഡൻറ്റിഫൈഡ്, അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എസർട്ടൈൻ ഐഡൻറ്റിഫൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ എഗ്രിമെൻറ്റ് ആഫ്റ്റർ
ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഇസ് മെയ്ഡ്. കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം നമ്മൾ ഷോറൂം പോയി ഇതാ ഈ കാർ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ കാറ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എസർട്ടൈൻ ഗുഡ്സായി മാറി. പിന്നെ മൂന്നാമത്തത് അൺഎസർട്ടൈൻ തിരിച്ചറിയാത്തത്, തിട്ടപ്പെടുത്താത്ത ചരക്കിനാണ് അൺഎസർട്ടൈൻ വ്യത്യാസം. അപ്പോൾ നമ്മൾ അൺഎസർട്ടൈൻ ഗുഡ്സ് എന്നാൽ നോട്ട് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് ഓർ എസർട്ടൈൻ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ഓഫ് ദ കോൺട്രാക്റ്റ്. നിങ്ങൾ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് അത് തിരിച്ചറിഞ്ഞിട്ടില്ല, ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഗോഡൗണിൽ 100 ചാക്ക് അരിയുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്കൊരു ചാക്ക് അരി വേണം. ഓ ശരി തരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ചാക്ക് അരിയാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടില്ല, അൺഎസർട്ടൈൻ ഏതാണ് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നായിട്ട് കിടക്കുന്ന ലോട്ടിൽ നിന്ന് ഒന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് എസർട്ടൈൻ ചെയ്തിട്ടില്ല. അതിനൊക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ട് കേട്ടോ. എസർട്ടൈൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് നശിച്ചാൽ അതിൻ്റെ നഷ്ടം ബയറായിരിക്കും അനുഭവിക്കേണ്ടത്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. എസർട്ടൈൻ ചെയ്യേണ്ട ഒന്നായിട്ടുള്ള ഗോഡൗൺ ഒന്നായിട്ട് കത്തിപ്പോയാൽ നിങ്ങളൊരു ചാക്കിൻ്റെ പൈസ എന്നൊന്നും പറയാൻ പറ്റില്ല ബയറോട്. സോ അതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ അൺഎസർട്ടൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിട്ടപ്പെടുത്താത്ത വസ്തുക്കൾ. ഇപ്പോൾ ഒന്നായിട്ട് ഗോഡൗണിൽ ഒന്നായിട്ട് കുറേ സാധനങ്ങൾ കിടക്കുന്നു, അതിൽ നിന്ന് എനിക്ക് 10,000 രൂപേൻ്റെ ചരക്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ അത് തിട്ടപ്പെടുത്തിയില്ല. ഇറ്റ് ഇസ് ദെയർ ഇൻ ദ ഗോഡൗൺ. അപ്പം നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് നോക്കാം. അൺഎസർട്ടൈൻ ഗുഡ്സ് വിച്ച് ആർ നോട്ട് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് ഓർ എസർട്ടൈൻഡ്. നോട്ട് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് എന്നാൽ തിരിച്ചറിയുക, എസർട്ടൈൻ എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തുക. അങ്ങനെയൊന്നും ചെയ്യാത്തത്, അതിനാണ് നമ്മൾ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ഓഫ് ദ കോൺട്രാക്ട് കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് ഇത് വേർതിരിച്ചിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല, എഗ്രി ചെയ്തു, തിട്ടപ്പെടുത്തിയിട്ടില്ല. സോ ദാറ്റ് ഇസ് ഇറ്റ്. അപ്പം നമ്മൾ എസർട്ടൈൻ ഗുഡ്സ്, അൺഎസർട്ടൈൻ ഗുഡ്സ്, സ്പെസിഫിക് ഗുഡ്സ്, ഇത് 3 നോക്കി. ഇതൊക്കെ എക്സിസ്റ്റിംഗ് ഗുഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ ഫ്യൂച്ചർ ഗുഡ്സ്. ഈ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ഗുഡ്സ്. എൻ്റെ പശുവിൻ്റെ പാല് നിങ്ങൾക്ക് ഒരു 6 മാസത്തേക്ക് നിങ്ങൾ പശു തരുന്ന ഫുൾ പാല് നിങ്ങൾക്ക് തരാം. 6 മാസം വരെ പശു തരുന്ന പാല് മുഴുവൻ നിങ്ങൾക്ക് തരാമെന്ന് ഞാനിപ്പം നിങ്ങളോട് കരാർ പറഞ്ഞാൽ അതൊരു ഫ്യൂച്ചർ ഗുഡ്സാണ്. ഫ്യൂച്ചർ എന്നാൽ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന സാധനം. ഇതിനാണ് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയാം. പിന്നെ അത് ഫോർ എക്സാമ്പിൾ എൻ്റെ മാവുമ്മൽ എൻ്റെ മാന്തോട്ടത്തിൽ ഈ സീസണിൽ ഉണ്ടാവുന്ന മാങ്ങ മുഴുവൻ നിങ്ങൾക്ക് തരാമെന്ന് ഞാൻ അഡ്വാൻസ് വാങ്ങുന്നു. അതിന് പൈസ ഒരു 10,000 രൂപ അഡ്വാൻസ് തരൂ, 1,00,000 രൂപേൻ്റെ മാങ്ങ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് എ സെയിൽ ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ്. ഫ്യൂച്ചർ എന്നാൽ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ചരക്കിൻ്റെ വിൽപ്പന നമ്മൾ ഇപ്പം തന്നെ നടത്തുക. അപ്പോൾ അതിന് എഗ്രിമെൻറ്റ് ടു സെൽ എന്നും പറയും. ഫ്യൂച്ചർ ഗുഡ്സ് മീൻസ് ഗുഡ്സ് മാനുഫാക്ചർ. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട എന്താ? ഫ്യൂച്ചർ ഗുഡ്സ് എഴുതൂ. ഫ്യൂച്ചർ ഗുഡ്സ് എഴുതിയിട്ട് മാനുഫാക്ചർഡ്, പ്രൊഡ്യൂസ് ഓർ എക്വയർഡ് ബൈ ദ സെല്ലർ ആഫ്റ്റർ മേക്കിംഗ് ഓഫ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. കരാറിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഒരു വലിയ കമ്പനി ഉണ്ട്, മോൾഡഡ് ചെയർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. മോൾഡഡ് ചെയർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കസാല ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു, ഞാനൊരു വലിയ ഹാള് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വലിയ ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലേക്ക് 100 കസാല വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഐ വിൽ മേക്ക് ഇറ്റ്. എപ്പോഴാണ് വേണ്ടത്? അടുത്ത മാസം 30-ാം തീയതി. ഓക്കെ ഐ വിൽ ഗിവ്. ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങട്ടെ, എൻ്റെ പണിക്കാർ പണി തുടങ്ങിക്കോട്ടെ. അങ്ങനെ 100 കസാലിൻ്റെ കച്ചവടം നമ്മൾ നടത്തി. ആൻഡ് ഐ എം ഗോയിങ് ടു മേ. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ കസാലകളൊന്നുമില്ല. പിന്നീട് അടുത്ത മാസം 30 ആകുമ്പോഴേക്കേ എനിക്ക് കസാല റെഡി ആവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചരക്കിനാണ് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഗുഡ്സ് ടു ബി മാനുഫാക്ചേർഡ് or to be produced or acquired by the seller after the making of the contract of sale. കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് ഇതൊക്കെ, നമ്മൾ കരാറിൽ ഏർപ്പെടുന്ന ശേഷമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ. അടുത്തതാണ് വേറൊരു ടൈപ്പ് കണ്ടിൻജൻറ്റ് ഗുഡ്സ്. ഈ കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എക്സാമ്പിൾ പറയാം. എൻ്റെ ഷിപ്പ് കൊച്ചിൻ പോർട്ടിൽ 10-ാം തീയതി എത്തിയാൽ ഞാൻ നിങ്ങൾക്ക് 50 ലക്ഷത്തിൻ്റെ ചരക്ക് വിൽക്കാം. ഇലക്ട്രോണിക് ഗുഡ്സാണ്. എൻ്റെ ഷിപ്പ് 10-ാം തീയതി കൊച്ചിൻ പോർട്ടിൽ എത്തിയാൽ ഞാൻ 50 ലക്ഷം ചരക്ക് നിങ്ങൾക്ക് വിൽക്കാമെന്ന് കരാർ എഴുതുന്നു. അപ്പോൾ ഷിപ്പ് എത്തണം, ഒരു കണ്ടിൻജൻസിയാണത്. അപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായ സംഭവമാണ്, നമുക്കറിയില്ല, കാറ്റും കോളുള്ള കടലാണ്, എത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു ചരക്കിൻ്റെ വിൽപ്പന നടത്തിയാൽ നമ്മൾ പറയുന്നത് സെയിൽ ഓഫ് കണ്ടിൻജൻറ്റ് ഗുഡ്സ്. നമുക്ക് പറയാനേ പറ്റില്ല അതുണ്ടാവാൻ പോകുന്നുണ്ടോ, അത് നടക്കാൻ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറയാണ്, ഒരു പിക്കാസോ എന്ന് പറഞ്ഞാൽ വലിയ പെയിൻറ്ററുണ്ട്. പെയിൻറ്റർ നല്ലൊരു പെയിൻറ്റിങ് ഉണ്ട്, വലിയ പെയിൻറ്റിങ്. അപ്പോൾ അതൊരാളുടെ കയ്യിലുണ്ട്. അയാളുടെ അടുത്ത് ഞാൻ അത് വാങ്ങിക്കഴിഞ്ഞാൽ അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാമെന്ന് പറയാം.
ഞാൻ വാങ്ങുന്ന ആൾക്ക് പിക്കാസോ പെയിൻറ്റിങ് ഭയങ്കര പ്രാന്തുള്ള ആളായി, അതെന്തായാലും വേണം. ശരി, ഞാൻ നിങ്ങൾക്ക് ഒരു പിക്കാസോ പെയിൻറ്റിങ് വിൽക്കാം, പക്ഷേ അത് പ്രസൻറ്റ് ഓണറുടെ അടുത്ത് എനിക്ക് കിട്ടണം. അയാൾ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിൽക്കാം. അതും ഒരു കണ്ടിൻജൻസി ആണ്. ചിലപ്പോൾ അയാൾ തന്നില്ലെങ്കിലോ? സോ ദാറ്റ് ഈസ് ഓൾസോ എ കണ്ടിൻജൻസി. അപ്പോൾ കണ്ടിൻജൻറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? The acquisition of such goods depends upon an uncertain contingency. Uncertain contingency എന്ന് പറഞ്ഞാൽ അൺസർട്ടൻ ഇവൻ്റ് ആയാലും മതി. ഷിപ്പ് വരണം, ഷിപ്പ് വരുന്നതാണ് അൺസർട്ടൻ ഇവൻ്റ്. നമുക്ക് ഇനി അറിയില്ല ഷിപ്പ് വരുമോയെന്ന്. ഭയങ്കര കാറ്റും കോളുള്ള സ്റ്റോമൊക്കെ ഉണ്ട്. അപ്പം അൺസർട്ടൻ ഇവൻ്റ് നടന്നാൽ അത് സംഭവിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ചരക്ക് വിൽക്കാം. അപ്പോൾ അതിനാണ് കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്വിസിഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ആൻ അൺസർട്ടൻ ഇവൻറ്റ്. ദ എക്വിസിഷൻ ഓഫ് ഗുഡ്സ്, അതായത് സെല്ലർക്ക് അത് കിട്ടുന്നത്, അയാൾ എക്വയർ ചെയ്യുന്നത്, കിട്ടുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ എ കണ്ടിൻജൻറ്റ് ഇവൻറ്റ്, അൺസർട്ടൻ ഇവൻറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഗുഡ്സിൻ്റെ ഡെഫിനിഷനിൽ വരുന്നത്. ഇനി അടുത്തത് ഗുഡ്സ് കിട്ടിയാൽ പോലെ ഡെലിവറി ആണല്ലോ, അതിനാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരും കുട്ടികളെ, ഡെലിവറി എന്താണെന്ന് ചോദിക്കും. ഡെലിവറി എന്ന് പറഞ്ഞാൽ, ഡെലിവറി കൈമാറ്റം ചെയ്യുന്നതിനാണ് ഡെലിവർ ചെയ്യുക, കൈമാറ്റം ചെയ്യുക എന്നൊക്കെയാണ് ഡെലിവറി. അപ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡെഫിനിഷൻ എഴുതണം. വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. സെക്ഷൻ 2.2 വരുന്നത്. വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളേക്ക് സ്വമേധയാ ഒരു സാധനം, ബൈ ഫോഴ്സൊന്നും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നല്ല ഡെലിവറി. വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഇതിനാണ് ഡെലിവറി എന്ന് പറയുന്നത്. ഈ ഡെലിവറി 3 തരം ഡെലിവറി ഉണ്ട്. എന്താ ഡെലിവറി? 1 എഴുതിക്കോളൂ, ആക്ട്. അപ്പം മറ്റേത് നിങ്ങൾ വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷനാണ് കീവേഡ്, അത് എഴുതി വെക്കണം നിങ്ങൾ. ഡെലിവറി എന്ന് പറഞ്ഞാൽ ഈ നിങ്ങളിപ്പോൾ പരീക്ഷയിൽ ഡെലിവറി എന്നിട്ട് വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ മാത്രം എഴുതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കീവേഡൊക്കെ ഓർമ്മ വെക്കുകയെന്ന്. കീവേഡ് എഴുതി വെച്ച് പിന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ എഴുതിക്കോളും നിങ്ങളുടെ ബ്രെയിനിലുള്ളത്. പക്ഷേ ഈ വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ അണ്ടർലൈൻ ചെയ്തു. അപ്പോൾ എക്സാമിൻ്റെ കണ്ണ് നേരെ അങ്ങോട്ട് പോകും. അതോടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതിനൊരു ടെക്നിക്കാണ് എക്സാം എഴുതേണ്ട ടെക്നിക്കാണ് അതൊക്കെ. അത് അറിഞ്ഞിട്ട് അത് മാത്രം പഠിച്ച കുട്ടികളൊക്കെ പാസ്സാവും. ഓക്കെ. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡെലിവറി: ആക്ച്വൽ ഡെലിവറി, സിംബോളിക് ഡെലിവറി ആൻഡ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. 3 തരം ഡെലിവറി ഉണ്ട്. ആക്ച്വൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആർ ഫിസിക്കലി ഡെലിവേർഡ്. ഇപ്പം ഞാൻ ഈ ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നാൽ ഫിസിക്കലി ഡെലിവേർഡ്. എൻ്റെ പറയുന്ന സാധനം ഫോൺ എടുത്ത് നിങ്ങളുടെ കയ്യിൽ തന്നു, അത് ഫിസിക്കൽ ഡെലിവറി, പൈസ വാങ്ങുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വൽ ഡെലിവറി, ഗുഡ്സ് ആർ ഫിസിക്കലി ഡെലിവേർഡ് എഴുതി വെച്ചോളൂ. ആക്ച്വൽ ടേക്സ് എന്ത്? സെല്ലർ ട്രാൻസ്ഫേഴ്സ് ഫിസിക്കൽ പൊസഷൻ, അതും കൂടി എഴുതി വെച്ചോളൂ. സെല്ലർ ബയർക്ക് എന്താ കൊടുക്കുന്നത്? ഫിസിക്കൽ പൊസഷൻ, ആ സാധനം എടുത്ത് കൊടുക്കുക, അതിനാണ് ഫിസിക്കൽ പൊസഷൻ എന്ന് പറയാം. ഇനി രണ്ടാമത്തത് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. കൺസ്ട്രക്റ്റീവ് ഡെലിവറി നിങ്ങൾക്ക് എന്താ എഴുതേണ്ടത്? ദർ ഇസ് നോ വിതൗട്ട് എനി ചേഞ്ച് ഇൻ കസ്റ്റഡി ഓർ ആക്ച്വൽ പൊസഷൻ. കസ്റ്റഡിയും ആക്ച്വൽ പൊസിഷൻ നോ ചേഞ്ച്, അങ്ങനെ എഴുതി വെച്ചോളൂ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഗോഡൗണിൽ ഒരു 50 ലക്ഷത്തിൻ്റെ സാധനമുണ്ട്. മിസ്റ്റർ എ ആണ് അതിൻ്റെ ഓണർ. അപ്പോൾ മിസ്റ്റർ ഗോപാലനാണ് അതിൻ്റെ ഗോഡൗണിൻ്റെ ഗോഡൗണിൻ്റെ ഓണർ. അപ്പോൾ എൻ്റെ സാധനം ഗോപാലിൻ്റെ ഗോഡൗണിൽ ഞാൻ സൂക്ഷിക്കാൻ കൊടുത്തു. അതിന് വാടക കൊടുക്കണം. മാസം സൂക്ഷിക്കുന്നതിന് മാസം 500 രൂപ ഗോപാലിന് കൊടുക്കണം. അങ്ങനെ ഗോപാലൻ ഇസ് ഗോഡൗൺ കീപ്പർ. അപ്പം ബി എന്ന് പറഞ്ഞ ആൾ എൻ്റെ അടുത്ത് നിന്ന് ആ ചരക്ക് വാങ്ങാൻ പോവാണ്. ഹി വാണ്ട്സ് ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി തരാം, 50 ലക്ഷത്തിൻ്റെ ചരക്കുണ്ട്, അതിൽ 55 ലക്ഷം തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഐ വാസ് റെഡി ടു സെൽ ആൻഡ് ഹി വാസ് റെഡി ടു ബൈ. ബി എന്ന് പറഞ്ഞ ആൾ ബൈ ചെയ്യാം. അപ്പം ഈ കാര്യം നമ്മൾ സെയിലൊക്കെ ഓക്കെ ആവണം. അപ്പോൾ ഗോപാലിൻ്റെ കയ്യിലാണ് ചരക്കുള്ളത്, ഗോപാലിൻ്റെ ഗോഡൗണിൽ. അപ്പോൾ ഗോപാലൻ എന്ത് ചെയ്യുന്നു? ഇനി ആദ്യം എനിക്ക് വേണ്ടി ഹോൾഡ് ചെയ്ത ചരക്ക് ഇപ്പോൾ ബിക്ക് വേണ്ടിയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഗോപാലിൻ്റെ പുസ്തകത്തിൽ ആളെ പേര് മാറ്റി, വിജയലക്ഷ്മി എൻ്റെ പേര് വിജയലക്ഷ്മിയുടെ ചരക്കാണ്. അത് വെട്ടിയിട്ട് ഇപ്പം ബയറുടെ പേരെഴുതി. അപ്പം അവിടെ ഇതൊരു കൺസ്ട്രക്റ്റീവ് ഡെലിവറി നടന്നു. ഇപ്പം ഞാൻ ഐ ക്യാൻ ബൈ ആൻഡ് ഗോ. ഇനിയിപ്പം ബി ആണ് ഇതിൻ്റെ ഓണർ. ഇനി ബി ആണ് വാടക ഒക്കെ കൊടുക്കേണ്ടത്, 500 രൂപ വാടക ബി കൊടുക്കണം. അപ്പം നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എഴുതേണ്ടത് ദർ ഇസ് നോ ചേഞ്ച് ഇൻ കസ്റ്റഡി ഓർ ആക്ച്വൽ പൊസഷൻ. ദർ ഇസ് നോ ചേഞ്ച് ഇൻ കസ്റ്റഡി ഓർ ആക്ച്വൽ പൊസഷൻ എന്ന് പറഞ്ഞാൽ ഗോപാലിൻ്റെ അടുത്താണ് പൊസഷൻ, കൈവശം ഓഫ് ദ തിങ്. ഇതിന് ഡെലിവറി ബൈ എറ്റോൺമെൻ്റ് എന്നും പറയും. എറ്റോൺമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്നോളജ്മെൻറ്റ്.
അംഗീകാരം. അപ്പം ഗോപാലൻ ആദ്യം എന്നെയാണ് അതിൻ്റെ ഓണറായിട്ട് അംഗീകരിച്ചത്, ഇപ്പം ഗോപാലൻ ബീനെ അതിൻ്റെ ഓണറായിട്ട് അംഗീകരിച്ചു. അതിനാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി നോ ചേഞ്ച് ഇൻ കസ്റ്റഡി ഓർ ആക്ച്വൽ പൊസഷൻ നിങ്ങൾ എഴുതി വെക്കണം ബുക്കിൽ. മൂന്നാമത് സിംബോളിക് ഡെലിവറി. സിംബോളിക് ഡെലിവറി ഒരു അടയാളം കൊടുക്കുക, ഒരടയാളം, ഒരു ടോക്കൺ. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കാറ് വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കുകയാണ് നന്നാക്കാനായിട്ട്, അല്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ താക്കോലെടുത്ത് കൊടുക്കുന്നു, RC ബുക്ക് എടുത്ത് കൊടുക്കുന്നു, അപ്പോൾ അയാളാണ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ ആ കാറ് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ താക്കോൽ കൊടുക്കുന്നു, RC ബുക്ക് കൊടുക്കുന്നു. അതൊക്കെ സിംബോളിക് ഡെലിവറിയാണ്. സിംബോളിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതേണ്ട പരീക്ഷയ്ക്ക്? ഡെലിവറി ഓഫ് എ തിങ് എന്ന് പറഞ്ഞാൽ താക്കോലെ, ഇൻ ടോക്കൺ ഓഫ് ട്രാൻസ്ഫർ ഓഫ് സംതിങ് എൽസ്. ഇൻ ടോക്കൺ എന്ന് പറഞ്ഞാൽ അടയാളം, കാറ് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ താക്കോൽ കൊടുക്കുന്നു. ഇൻ ടോക്കൺ ഓഫ് ട്രാൻസ്ഫർ ഓഫ് സംതിങ് എൽസ്, മറ്റൊരു സാധനം കൊടുക്കുന്നതിന് പകരം ഒരു സാധനം കൊടുക്കുന്നു. കാർഡ് കൊടുക്കുന്നതിന് പകരം താക്കോൽ കൊടുക്കുന്നു. അതിനാണ് സിംബോളിക് ഡെലിവറി. പിന്നെ ഹാൻഡിങ് ഓവർ ദ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ. ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഇപ്പം കാറാണെങ്കിൽ RC ബുക്ക്. ഇപ്പം നിങ്ങൾ പിന്നെ ഒരു സാധനം, ഒരു ചരക്ക് ഇവിടുന്ന് ഡൽഹിയിലേക്ക് റെയിൽവേയിൽ അയക്കുകയാണ്, റെയിൽവേ കമ്പനിയിൽ അയക്കുകയാണ്, ഇന്ത്യൻ റെയിൽവേയിൽ വാഗണിൽ കയറ്റി അയക്കുന്നുണ്ട്. ഒരു 50 ലക്ഷത്തിൻ്റെ ചരക്കുണ്ട്. അപ്പോൾ വാഗണിൽ കയറ്റി, അപ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് നിന്ന് ഒരു റെയിൽവേ റിസീറ്റ് കിട്ടും നിങ്ങൾക്ക്. ആ റെയിൽവേ റിസീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ചരക്കിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യവും, എന്ത് ചരക്കാണെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ വിലയൊക്കെ എഴുതിയിട്ടുണ്ടാവും, രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ റെയിൽവേ റിസീറ്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ ചരക്കിന് ഇക്വലൻ്റ് ആണ്, ചരക്കിന് സമാനമാണ്. ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു goods. Suppose somebody comes and asks you, see, I want to buy those goods, will you give me? ഡൽഹിയിലേക്ക് പോകുക. അപ്പോൾ ഡൽഹിയിലത്തെ ഒരാൾ നിങ്ങളെ വിളിച്ചിട്ട് പറയാം, I want those goods, will you sell me those goods? അപ്പോൾ yes, I'll sell. അപ്പോൾ ഈ റെയിൽവേ, അപ്പോൾ അയാൾ he was ready to give 50 lakhs. എനിക്ക് 50 lakhs തരാൻ അയാൾ റെഡിയാണ്. അപ്പോൾ ഞാൻ ഈ റെയിൽവേ റെസീറ്റ് എടുത്ത് എൻഡോസ് ഒപ്പിട്ടിട്ട്, അപ്പോൾ അയാളുടെ പേര് ജഗ്ജിത് സിംഗ് എന്നാണ് അയാളുടെ പേര്, വാങ്ങുന്ന ആളുടെ. അപ്പോൾ ഡെലിവർ ടു ജഗ്ജിത് സിംഗ് എന്ന് എഴുതിയിട്ട്, നിങ്ങളെ ജഗ്ജിത് സിംഗ് എനിക്ക് 50 ലക്ഷം തന്നു, ഞാൻ ഈ റെയിൽവേ റെസീറ്റ് മിസ്റ്റർ ജഗ്ജിത്തിന് അയച്ചു കൊടുത്തു, ജഗ്ജിത് സിംഗിന് അയച്ചു കൊടുത്തു. ഇനി അവിടെ പോയി ഡൽഹി പോയിട്ട് അയാൾക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചരക്ക് കൈമാറ്റം ചെയ്യുന്നില്ല, ആ റെയിൽവേ ഡോക്യുമെൻറ്റ് കൈമാറ്റം ചെയ്താൽ ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു സിംബോളിക് ഡെലിവറി. സിംബോളിക് ഡെലിവറി സിമ്പിൾ കൊടുക്കുകയാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരടയാളം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഡെലിവറി ഓഫ് എ തിങ് ഇൻ ടോക്കൺ ഓഫ് ട്രാൻസ്ഫർ ഓഫ് സംതിങ് എൽസ്. ഇൻ ടോക്കൺ അടയാളം. അപ്പോൾ ഡെലിവറി ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ്. കോഴ്സ് ഓഫ് ട്രാൻസിറ്റ് എന്നാൽ ഇവിടുന്ന് വണ്ടി വിട്ടു, റെയിൽവേ വിട്ടു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് കോഴ്സ് ഓഫ് ട്രാൻസിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വിൽപ്പന നടത്തുന്നത്. ഡെലിവറി ഓഫ് ഗുഡ്സ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ് മേ ബി മെയ്ഡ് ബൈ ഹാൻഡിങ് ഓവർ ദ ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ ഇവിടുന്ന് UP എത്തിക്കുന്ന വണ്ടി, ട്രെയിൻ വണ്ടിയിലാണ്, പക്ഷേ നിങ്ങൾക്ക് വിൽപ്പന നടത്താം ത്രൂ ദിസ് റെയിൽവേ ഡോക്യുമെൻറ്റ്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ് എൻഡോസ് ചെയ്ത് ഒരാൾക്ക് കൊടുത്ത് നിങ്ങൾക്ക് പൈസയും വാങ്ങാം. നോ യു ആർ ഫ്രീ. നിങ്ങളെ വിൽപ്പന കഴിഞ്ഞു, ഇനി മിസ്റ്റർ ജഗ്ജിത് സിംഗിൻ്റെ ഹെഡേക്കാണ്, അയാൾ അവിടെ പോയിട്ട് വാങ്ങണം ചരക്കൊക്കെ. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇനി വേറെ തരം ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. കപ്പലിലാണെങ്കിൽ വി കോൾ ഇറ്റ് ബിൽ ഓഫ് ലേഡിങ്. റെയിൽവേയിലാണ് റെയിൽവേ റിസീറ്റ്. പിന്നെ നമ്മൾ ഒരു ഗോഡൗണിലാണെങ്കിൽ ഗോഡൗണിൻ്റെ സാധനമാണ് വിൽക്കുന്നത്, ഗോഡൗണിൻ്റെ താക്കോൽ ഒന്നായിട്ട് സെല്ലർക്ക് കൊടുക്കുക, നിങ്ങൾ എടുത്തോളൂ എന്ന് പറയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ സിംബോളിക് ഡെലിവറി. അപ്പോൾ നമ്മൾ 3 തരം ഡെലിവറി കണ്ടു: ആക്ച്വൽ ഡെലിവറി, സിംബോളിക് ഡെലിവറി ആൻഡ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. ഇത് 3 നിങ്ങൾ കീവേഡ്സൊക്കെ എഴുതി വെക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ഡോക്യുമെൻറ്റ്. ഇനി ഒരു ചെറിയൊരു ടോപ്പിക് ഉണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡോക്യുമെൻറ്റ് ഷോയിങ് ടൈറ്റിൽ ആൻഡ് ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിൽ. ഒന്ന് ഡോക്യുമെൻറ്റ് ഷോയിങ് ടൈറ്റിൽ, വേറെ ഒന്ന് ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിൽ. ഡോക്യുമെൻറ്റ് ഷോയിങ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ഡോക്യുമെൻ്റ് അല്ല. ഒരു ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. ഈ റെയിൽവേ രജിസ്റ്റർ ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിലാണ്, അത് നിങ്ങൾ എൻഡോസ് ചെയ്ത് കൊടുത്താൽ ചരക്ക് കൊടുക്കുന്നതിന് സമമാണ്. ഡോക്യുമെൻറ്റ് ഷോയിങ് ടൈറ്റിൽ അങ്ങനെയല്ല, നിങ്ങൾ ഇതിൻ്റെ ഓണറാണ് എന്ന് ഷെയർ സർട്ടിഫിക്കറ്റൊക്കെ ഡോക്യുമെൻറ്റ് ഷോയിങ് ടൈറ്റിലാണ്. എന്ന് വെച്ചാൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് വേറെ ആൾക്ക് കൊടുത്ത് പൈസ വാങ്ങാൻ പറ്റില്ല. അത് ഇറ്റ് ഈസ് ഓൺലി എ ഡോക്യുമെൻറ്റ് ഷോ. അത് അത്ര സ്ട്രോങ് അല്ല, സ്ട്രോങ് ടൈറ്റിലല്ല. നേരെ മറിച്ച് ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അത് ചരക്കിന് സമാനമാണ്, ഇറ്റ് ഈസ് ഇക്വൽ. അപ്പോൾ നിങ്ങൾ എന്താ എഴുതുന്നത്? document showing title shows that the person named the share certificate is entitled to share representative. അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും. ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ ദി ഓണർ ഓഫ് ദീസ് ഷെയർസ്, ബട്ട് യു കനോട്ട് ട്രാൻസ്ഫർ ദാറ്റ് ആൻഡ് ഗെറ്റ് മണി. അത് വേറെ കൈ കൊടുത്തിട്ട് പൈസ വാങ്ങാനൊന്നും പറ്റില്ല. അതിന് കമ്പനിയുടെ റെക്കോർഡ്സിലൊക്കെ പേര് മാറ്റണം. നേരെ മറിച്ച്
if it's a railway receipt, you can endorse. അതിൻ്റെ മേലെ തന്നെ ഒപ്പിട്ടിട്ട് കൊടുത്താൽ you will get the money and you സെയിൽ കഴിഞ്ഞു, ഗുഡ്സിൻ്റെ സെയിൽ കഴിഞ്ഞു. സോ ദാറ്റ് ഇസ് ഓൾ. അപ്പം നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കഴിഞ്ഞു. ദാറ്റ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ഗുഡ്സ്. I hope you have understood, children.